ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 11 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ദൃശ്യം 3 ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 71,44 ലക്ഷം രൂപയാണ്. എന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 76 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരുന്നത് 212 കോടി 50 ലക്ഷം രൂപയായിരുന്നു. 11ാം ദിവസം ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 11 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി ദൃശ്യം 3 നേടിയെടുത്തിരിക്കുന്നത് 220 കോടിക്ക് മുകളിലാണ്. മെയ് 28 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്ക് സംസ്ഥാനങ്ങൾ GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 5 കോടി 48 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 3 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 2 കോടി 2, കേരളത്തിൽ 1 കോടി 13, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 6 ലക്ഷം എന്നിങ്ങനെ 9 കോടി 72 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് നിന്ന് $4,75,000 അതായത് 4 കോടി 6 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 13 കോടി 78 ലക്ഷം രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 4ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ കേരളം ഉൾപ്പെടെ വമ്പൻ വർധന ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ടെന്ന്. ഇന്ന് കേരളത്തിൽ 1.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 കോടി 60 ലക്ഷത്തിന് മുകളിലാണ് ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 10.5-11 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് കളക്ഷൻ 20-21 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 18 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പൻ തുടക്കമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 300 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ട തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 148 കോടി 4 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ 22 കോടി 89, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 33 കോടി 99, കേരളത്തിൽ 13 കോടി 80, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 13 എന്നിങ്ങനെ 221 കോടി 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $8.07 മില്യൺ അതായത് 77 കോടി 20 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 299 കോടി 5 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 17ാം ദിവസം കൂടി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 17 ദിവസം കൊണ്ട് 14 കോടി റേഞ്ചിലാണ് കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 5 കോടി റേഞ്ചിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 153 കോടിക്ക് മുകളിലാണ് തമിഴ്നാട് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7-7.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ആദ്യ 17 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 306 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത് മെയ് 28 ഈദ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കാട്ടാളൻ. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് വിചാരിച്ച ഒരു കളക്ഷനോ അഭിപ്രായമോ നേടിയെടുക്കാനായില്ല. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 90 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 4ാം ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 5 കോടി 40 ലക്ഷം റേഞ്ചിലാണ് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 14 കോടി റേഞ്ചിലാണ്. മെയ് 14 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, ബിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, സെറിൻ ഷഹാബ്, റിയ ഷിബു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ഇന്നലെ വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 35 കോടി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 3ാമത്തെ ഞായറാഴ്ച കൂടിയ 18ാം ദിവസമായി ഇന്ന് കേരളത്തിൽ 75 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 36 കോടി 20 ലക്ഷം റേഞ്ചിലാണ് സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 67 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.